പാട്ടും കൊട്ടും കുഴലും കേട്ടുകൊണ്ട് നമ്മളീ പോകുന്നത് ഞാറുനടൽ ഉത്സവത്തിലേക്കാണ്. സ്വന്തം നാട്ടിലും ഇതുപോലെ വയലും കണ്ടും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഞാറുനടൽ ഉത്സവം ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന വയലുകൾ ഉള്ളത് വയനാട് തൃശ്ശിലേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടുത്തെ ഒരു ഞാറുനടൽ ഉത്സവം ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റി, അതിൽ പങ്കെടുക്കാനും പറ്റി. ഭയങ്കര രസമായിരുന്നു. കോളേജ് കുട്ടികളും ഞാറ് നടുന്ന ആൾക്കാരും കർഷകരും എല്ലാവരും കൂടെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. മഴ മാറി നിന്ന്, പക്ഷേ വെയിലും ഇല്ല, അങ്ങനത്തെ ഒരു നല്ല കാലാവസ്ഥയിൽ ഒക്കെ എല്ലാവരും എന്ത് ജോലിയാണ് നിന്ന്. ഞങ്ങളും കൂടെ കൂടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വരെ ആ കൂടിക്കോ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ നമ്മൾ അങ്ങോട്ട് വയലിലേക്ക് ഇറങ്ങി. ചെരുപ്പും ബാഗൊക്കെ മാറ്റി നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കുന്നതിനും ഒരു തടസ്സവും ഇല്ല, എങ്ങനെയാണ് നടേണ്ടത് ആക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ശരിക്കും നല്ല ഗ്രിഡ് വെച്ച് നടുന്ന പോലെയായിരുന്നു അവിടുത്തെ ചേച്ചിമാർ നട്ടുകൊണ്ടിരുന്നത്. അവർ അതിൽ അളന്നിട്ടും ഇല്ല, ഒരു മാർക്കിങ്ങും ഇല്ല. പക്ഷെ അവർ നട്ടത് ഗ്രിഡ് പോലെ ശരിക്കും ഒരു ചതുരത്തിൻ്റെ 4 മൂലയ്ക്ക് എങ്ങനെ കറക്റ്റായിട്ട് വെക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഞാറുനടൽ ഉത്സവം കാണാനും അതിൽ പങ്കെടുക്കാനും ഒത്തിരി പേരുണ്ടായിരുന്നു. സായിപ്പുകാർ ഉണ്ടായിരുന്നു, കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര ഒരു കൂട്ടായ്മ. ഇതുവരെ കാണാത്ത ആൾക്കാർ തമ്മിൽ ഇത്രയും ഒരു ആത്മബന്ധം മണ്ണിലിറങ്ങുമ്പോൾ ഉണ്ടാവുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പരിചയമില്ലെങ്കിലും നമുക്കൊക്കെ ഇറങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ അവരുടെ കൂടെ നിന്ന് ഇതുപോലെ 2-3 കതിരുകൾ കയ്യിൽ കൂട്ടിയെടുത്ത് ചളിയിലേക്ക് ഇങ്ങനെ ഇറക്കി അനങ്ങാതെ അവിടെ നിന്ന് നടും. അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇട്ടിരിക്കുന്ന പാൻസ് അധികം ചളിയിൽ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കുറച്ച് നേരം നട്ടിട്ട് പിന്നെ പാട്ട് പാടുന്നവരുടെ അടുത്തേക്ക് പോയി. മണ്ണിലിറങ്ങാനും കൂടെ നടാനും ഒക്കെ സമ്മതം തന്ന അവിടുത്തെ നാട്ടുകാർക്ക്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ കർഷകർക്ക്, അവർക്കൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.